2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഷോപ്പ് ക്ലോസ് ചെയ്യണ സമയത്ത് രാത്രി ഏകദേശം ഒരു മണിയൊക്കെ ആയ സമയത്ത് ഷോപ്പിലെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്താണ് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഉള്ള ഐറ്റംസിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് എത്ര രൂപയാവും ചോദിച്ചു. ഇത്ര രൂപ വരും എന്നൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു 1000 രൂപ 1000 സംതിങ് ഒക്കെ വരുന്നൊരു ഓർഡർ പുള്ളി നമുക്ക് തരുകയും ചെയ്തു. അതിനുശേഷം പുള്ളി GPay നമ്പർ ചോദിച്ചു. GPay നമ്പർ കൊടുത്തു. പുള്ളി ഇമ്മീഡിയറ്റ്ലി ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പുള്ളി പറഞ്ഞു, ബൈ മിസ്റ്റേക്കിൽ ഞാൻ നിങ്ങളുടെ ഫണ്ട് കൂടുതലാണ്, അതായത് ഒരു 0 കൂടുതലാണ് അയച്ചിരിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു എമൗണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആക്ഷനിൽ അത് റിട്ടേൺ ചെയ്ത് തരണം. നിങ്ങളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ബാക്കിയുള്ള ക്യാഷ് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം നമ്മളത് ഒരു ജെനുവിൻ ന്യൂസാണ്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നറിഞ്ഞ സെക്കൻഡിൽ അത് അയച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോൾ പുള്ളി സ്ക്രീൻഷോട്ട് അയച്ചു തന്നു കേട്ടോ. ക്യാഷ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. പുള്ളി തിരിച്ച് GPay ചെയ്യേണ്ട നമ്പർ സ്പ്ലിറ്റ് ആയിട്ടാണ് അയക്കേണ്ടത്, അതായത് 2 നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞത്. ആ നിമിഷത്തിൽ നമുക്ക് ചെറുതായിട്ടൊരു സംശയം വരികയും ഞാൻ ആ സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പുള്ളിയല്ല നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ വിളിച്ച ആളല്ല പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി വേറെ ഏതോ ഒരു ആപ്പിൽ നിന്നോ വേറെ ഏതോ ഫോണിൽ നിന്നോ ട്രാൻസ്ഫർ ചെയ്ത ഒരു എമൗണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചിരിക്കുന്നതാണ് ആയിട്ട് കണ്ടത്. അത് മാത്രമല്ല, പുള്ളി തിരിച്ചയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു തന്ന ഒരു QR സ്കാനർ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മളെങ്ങനെയാണല്ലോ മൊബൈലിലുള്ളൊരു സ്കാനറൊക്കെ ആണല്ലോ നമ്മൾ ഷെയർ ചെയ്യാറ്. പക്ഷെ ഇത് ഏതോ ഒരു പ്രിൻ്റ് ഔട്ടോ സംതിങ് അങ്ങനെ എന്തോ ഒരു സ്കാനറും ഒരു നമ്പറുമാണ് പുള്ളി നമുക്ക് അയച്ചു തന്നത് ക്യാഷ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സെക്കൻഡിൽ ഇതൊരു ഫേക്ക് ആണോ എന്നൊരു സംശയം വരുന്നു. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആളോട് പറഞ്ഞു, എനിക്കിതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് കമ്പനി അക്കൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, ക്രെഡിറ്റ് ആയാലും നിങ്ങളുടെ ക്യാഷ് ഞാൻ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്ക് എൻ്റെ ഹോസ്പിറ്റലാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, കേരളത്തിലുണ്ട്, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പക്ഷേ കേരളത്തിലുണ്ട്, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആ പൈസ തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് ക്രെഡിറ്റ് ആയിട്ടില്ല, ഞങ്ങൾക്ക് തരാനായിട്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ പുള്ളി പറയാണ്, നിങ്ങൾ വേറെ എവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ക്യാഷ് അയച്ചായോ, ഇമ്മീഡിയറ്റ്ലി വേണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹോസ്പിറ്റലിൻ്റെ പേര് അവന് ഓർമ്മയില്ല, അവന് അറിയില്ല ഹോസ്പിറ്റലിൻ്റെ പേര്. ഓക്കെ, എന്തായാലും പുള്ളിയുടെ ക്യാഷ് നമുക്ക് ബൈ മിസ്റ്റേക്കിൽ വന്നേക്കണതാണ്, നമുക്ക് വെക്കാനുള്ള ഒരു ഇതില്ല, റൈറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നി, എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തണമല്ലോ. നമുക്കാണെങ്കിൽ ആ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല, സ്ക്രീൻഷോട്ട് വന്നെന്നുള്ള സത്യമാണ്, പക്ഷേ നമുക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല. ഞാനപ്പോൾ എന്തായാലും നമുക്ക് എന്തിനും ഏതിനും നമ്മളുടെ കൂടെ നമുക്ക് എന്താ പറയുക, നമ്മൾ പിടിവിളിയായിട്ട് നിൽക്കുന്ന ആളാണല്ലോ കേരള പോലീസ്. ഞാൻ തന്നെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. രാത്രി 1 മണിക്ക് അവർ ഫോൺ എടുത്തിട്ട് ഫോൺ എടുക്കുക മാത്രമല്ല, എൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടല്ല, ഞാനിങ്ങനെ ഒരു ഡൗട്ടാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓൺ സ്പോട്ടിൽ ഒരു സൈബർ സെല്ലിലേക്ക് കണക്ട് ചെയ്തു. സൈബർ സെല്ലിൽ ആ സാറിൻ്റെ പേര് ചോദിച്ചപ്പോൾ സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സൈബർ സെല്ലിൽ ആ സാർ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ആ പേയ്മെൻറ്റ് ആ പറഞ്ഞ നമ്പറിലേക്ക് അയക്കരുത്. ഇൻ കേസ് അയക്കണമെങ്കിൽ തന്നെ ആരാണോ അയച്ചത് അയാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കണം. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, വിളിച്ചാളും അയച്ചാളും ഇനി ഞാൻ തിരിച്ചയച്ചു കൊടുക്കേണ്ട ആളൊന്നും പരസ്പരം അറിയുന്ന ആൾക്കാരോ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരോ അല്ല. ഈ വിളിച്ച ആളുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണോ നമുക്ക് തരുന്നതെന്ന് അറിയില്ല. എനിക്ക് തന്ന നമ്പർ ഞാനൊന്ന് ഡയൽ ചെയ്ത് നോക്കുമ്പോൾ ട്രൂ കോളറിൽ അത് ജെന്യുവൻ ആയിട്ടുള്ളൊരു പേരല്ല കാണിക്കുന്നത്. എന്തായാലും അവർ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കരുത്, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങളെ ക്യാഷ് തിരിച്ചയച്ചു കൊടുത്താൽ മതി. നാളെ സ്റ്റേഷൻ വരെ വന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലൈൻറ്റോ അത് ആ ക്യാഷ് എങ്ങനെയാണെന്ന് അയക്കേണ്ടത് ആണെങ്കിൽ അവർ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞുതരാമെന്നുള്ള ലെവലിൽ ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്തു പോയി. അവൻ അതിന് ശേഷം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവരതനുസരിച്ചിട്ട് പ്ലാൻ മാത്രമേ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിൻ്റെ ക്യാഷ് ഞാൻ അവരുടെ സാന്നിധ്യത്തിൽ അയച്ചു തരാം. എന്തായാലും അന്ന് രാത്രി ആ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടിയില്ല, പിറ്റേ ദിവസം ആ ക്യാഷ് കിട്ടിയില്ല. ഇതിൽ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞു, ഇതുവരെയായിട്ടും ആ ഗൂഗിൾ പേയിൽ ആ എമൗണ്ട് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. ഞാൻ ആ അവസരത്തിൽ ഒരു പക്ഷേ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് ചെക്ക് ചെയ്യാതെ ഞാൻ ആ ക്യാഷ് അയച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ക്യാഷ് പോവുക എന്നുള്ളത് മാത്രമല്ല, നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും അതിനെ ബാധിക്കും. കാരണം ഞങ്ങളുടെ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ്
നമ്മുടെ ഇതിൻ്റെ നിയമവിദഗ്ധർ പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ പറയാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് കണ്ടു. ഇതുപോലെ വന്ന ക്യാഷ് ഞാൻ അവർക്ക് തിരിച്ചയച്ചു കൊടുത്തു എന്ന കൃതജ്ഞതയോടെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു, അവരുടെ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേക്ക് കോൾസും ഫേക്ക് ഏജൻസികളും ഫേക്ക് ആൾക്കാരും ഒരു ഫ്രോഡ് ടീം ഒരു എന്താ പറയുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള കോളുകളും സംഭവങ്ങളും ക്യാഷ് അയച്ചിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരാം. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു വെരി മച്ച്.